ഈ വീഡിയോയിൽ ഫർദർ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഡീൽ ചർച്ചയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയും ഗാലിബാഫും അടങ്ങുന്ന ടീം ഒമാനിലേക്ക് സന്ദർശനം നടത്തുകയാണ്. ഒമാനിൽ പോയിട്ട് അവർ ഒരു കൂടിക്കാഴ്ച, ഒരു അർജൻറ്റ് കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ച് 60 ദിവസത്തേക്ക് ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാന് റോളൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. വളരെ ഫ്രീ ആയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കിടുക്കാച്ചി ട്രാഫിക്കാണ്. എല്ലാ കപ്പലുകളും, ഇന്ത്യയുടെ 50 കപ്പലുകൾ തുരിതര സ്ഥലം വിട്ടിട്ടുണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്ന്. ഒരുമിച്ച് അങ്ങ് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ ഇറാൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ടോൾ പിരിക്കാൻ പറ്റുമോ, നമുക്ക് സ്ഥായിയായിട്ടുള്ളൊരു വരുമാന മാർഗ്ഗം ഇതിൽ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനാണ് ഒമാനുമായിട്ട് നടത്തുന്നത്. കാരണം ഒമാനാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ ഇവിടെ ഒമാനാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ വളരെ അടുത്ത ആൾക്കാരാണ്. അമേരിക്കയുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ, അമേരിക്കയുമായിട്ട് ചർച്ച നടത്താതെ ആ വിഷയത്തിൽ ഒമാന് ഒരു മറുപടിയും പറയാനുണ്ടാവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ജസ്റ്റ് ഒന്ന് ചർച്ച നടത്തി മടങ്ങി പോവാം, അത് മാത്രമാണ്. ഇറാൻ്റെ താല്പര്യം കൃത്യമായിട്ട് അവിടെ ഒരു സർവീസ് ഫീ ഏതെങ്കിലും തരത്തിൽ വാങ്ങിച്ചെടുക്കണം എന്ന് തന്നെയാണ്. എനിവേ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് മടങ്ങി വന്നപാടെ ഇറാൻ്റെ ചീഫ് ജസ്റ്റിസ്, ഒരു ക്ലറിക്കൽ വിഭാഗത്തിലുള്ള വ്യക്തിയാണ്, മുല്ലയാണ്. പുള്ളിക്കാരൻ കുറേ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമേരിക്ക വിശ്വസിക്കരുത്, അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ്, അവർ പലതും പറയുന്നത് പിന്നീട് നടപ്പിലാക്കില്ല, ഈ കരാറുകളിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ള തരത്തിൽ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ഈ നെഗോസിയേഷൻ ടീമിന്. പുള്ളിക്കാരന് ഒട്ടും താല്പര്യമില്ല ഈ ഇറാൻ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ചർച്ചയിൽ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചൊന്നും പുള്ളിക്കാരന് ധാരണയില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചീഫ് ജസ്റ്റിസ് വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. അയാൾ സംസാരിക്കുന്നുണ്ട്, പാർഷി ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മ്യൂട്ടഡ് വീഡിയോ സൈഡിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ആശാൻ. താടിയൊക്കെ വെച്ച് കൃത്യമായിട്ട് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ്റെ ഫണ്ട് ശരിക്കും 1979 ഫ്രോസൺ ചെയ്ത ഫണ്ടാണ്. ഏതാണ്ട് $12 ബില്യൺ വർത്ത് വരുന്ന അസറ്റുകൾ. ഇപ്പോൾ ഇറാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ഇറാൻ്റെ സെൻട്രൽ ബാങ്കിന് വിയോജിപ്പുണ്ട്. ഇറാൻ്റെ സെൻട്രൽ ബാങ്ക് ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൺസേൺ ഉണ്ട്, അപ്പോൾ അത് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് അമേരിക്കൻ ഫാം പ്രോഡക്ട്സ് ഇറാൻ വാങ്ങിക്കുന്നതിൽ. പക്ഷേ ഈ നെഗോസിയേഷൻ ചെയ്ത ടീമുകൾ ഇത് സമ്മതിച്ചത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. IRGCക്ക് തന്നെ അവർ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇത് 1979 ഉപരോധിച്ച് വെച്ചിരുന്ന തുകയാണ്. 1979 $12 ബില്യൺ ആണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് മാർക്കറ്റിൽ റൺ ചെയ്തിരുന്നെങ്കിൽ ഇരട്ടി അതിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും 12 ബില്യൺ ആയിട്ട് അത് മുരടിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് ആ 12 ബില്യൺ ഏതാണ്ട് 1979 സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഫണ്ടാണ്. ഫുഡ് ഐറ്റംസ് ആയിട്ട് ഇറാൻ്റെ ഉള്ളിൽ വരുന്നെങ്കിൽ വന്നോട്ടെ, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ, അവരെന്തായാലും അതിൻ്റെ പൈസയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അസറ്റായിട്ടൊന്നും തരാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പരിധിവരെ IRGCക്ക് കൺവിൻസിങ് ആണ്. പക്ഷേ ഇറാൻ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇറ്റ്സ് ഓക്കെ, ഇതൊരു കിട്ടാക്കടമായിരുന്നു, അപ്പോൾ അത് ഫുഡ് ഐറ്റം എന്നുള്ള രീതിയിൽ അത് വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ളതാണ് അവരുടെ ധാരണ. സോ അതുകൊണ്ടാണ് അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്തത് എന്നാണ് ഈ നെഗോസിയേഷന് പോയ ടീമുകൾ ഇറാൻ്റെ സെൻട്രൽ ബാങ്കിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇറാൻ ഇതിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ ഡോളർ ബേസ്ഡ് ട്രാൻസാക്ഷൻ, അതും ഇറാൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇറാൻ്റെ പ്രതിനിധി ബ്രിക്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അജിത് ഡോവലുമായിട്ടൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ ഇറാനും ചൈനയും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. തീവ്രമായ ചർച്ചകളാണ് ഇറാൻ നടത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന ഇലക്ഷനിൽ ഞാനിവിടെ മാപ്പ് കാണിക്കുന്നുള്ളത് നോക്കിക്കോ. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഈ ലാറ്റിൻ അമേരിക്കൻ ഏരിയയിൽ ഈ ബ്രസീൽ മാത്രമാണ് ഇപ്പം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യം. ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ സപ്പോർട്ടേഴ്സ് ആണ് എന്നുള്ള തരത്തിലാണ് ട്രംപ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അർജന്റീന മുതൽ കൊളംബിയ വരെയുള്ള കംപ്ലീറ്റ് രാജ്യങ്ങളും, പ്രത്യേക വെനിസ്വല വരെ അമേരിക്കയുടെ കൺട്രോളിലാണ്. ഈ ബ്രസീൽ ഒരേ ഒരു രാജ്യമാണ് ബ്രിക്സുമായിട്ട് ഇതിനകത്ത് മെമ്പർഷിപ്പിലുള്ളത്. അതും അവിടെ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രിക്സിനെയും ഞാൻ എൻ്റെ സൈഡിൽ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതിജ്ഞ ട്രംപ് എടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതായത് ബ്രിക്സിൻ്റെ ഉള്ളിലുള്ള ഇറാനെ ഓൾറെഡി തന്നെ ഡോളർ ബേസ്ഡ് ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുവരാണ്. ബ്രസീലിനെ ഇപ്പോൾ അടുത്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അർജന്റീന ഇതിനു മുമ്പ് ജോയിൻ ചെയ്യാൻ വന്നിട്ട് മിലായി വന്ന ഉടനെ എക്സിറ്റ് പാസ് കൊടുത്ത് അവർ പുറത്തോട്ട് പോയി. അതുപോലെ ബ്രസീലും എക്സിറ്റ് അടിക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബ്രസീൽ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ബ്രിക്സിൻ്റെ. അതൊക്കെ കുറച്ചുകൂടെ ആലോചിച്ചും കണ്ടേ തീരുമാനം എടുക്കുള്ളൂ ബ്രസീൽ. അമേരിക്കയെ എക്കാലവും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ അമേരിക്കയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു അതിക്രമം, അട്രോസിറ്റി, അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UK കീർ സ്റ്റാർമർ റിസൈൻ ചെയ്ത ഉടനെ ട്രംപ് ആ റെസിഗ്നേഷനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് മാറ്റുകയാണ്.
കീർ സ്റ്റാർമർ നാറ്റോയുമായിട്ട് ചേർന്ന് അമേരിക്കയ്ക്കെതിരെ നാറ്റോയെ വഴിതിരിച്ചു വിടാൻ വല്ലാത്ത രീതിയിൽ ശ്രമം നടത്തിയിരുന്ന ആളാണ് കീർ സ്റ്റാർമർ എന്നുള്ള രീതിയിൽ കീർ സ്റ്റാർമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കീർ സ്റ്റാർമർ റിസൈൻ ചെയ്തതിന് ശേഷമാണ് കീർ സ്റ്റാർമറിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ ട്രംപ് ഉന്നയിക്കുന്നത്. അതായത് ശരിക്കും അവർ പറയും അമേരിക്കയ്ക്ക് ഒബേ ചെയ്ത് ജീവിക്കണം, അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ട്രംപ് ഇന്നലെ കൊടുത്ത സ്പീച്ചിൽ കൃത്യമായിട്ട് പറയുന്നില്ല എത്ര യുദ്ധമെന്ന്. 13 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് യുദ്ധം ഇറാൻ്റെ യുദ്ധം കൂടിയാണ് ചേർത്ത് പറയുന്നത്. ഇറാൻ യുദ്ധം അമേരിക്കയാണ് നടത്തിയത്, അല്ലാതെ മറ്റു 2 രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോയതല്ല അമേരിക്ക. എന്നാലും അതിനെയും കൂടി ട്രംപ് കൗണ്ട് ചെയ്യുന്നുണ്ട്. നൊബേൽ പ്രൈസിന് വേണ്ടിയിട്ടുള്ള കൗണ്ടിങ് ആണോ എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ വർഷത്തെ നൊബേൽ സമ്മാനമെങ്കിലും ട്രംപിന് കൊടുക്കുമായിരിക്കാം. മാർക്കോ റൂബിയോ അടുത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഈ ഫണ്ടുകളെല്ലാം ഉണ്ടല്ലോ, ഇറാൻ്റെ ഫ്രോസൺ ഫണ്ടുകളെല്ലാം തന്നെ അത് ലിക്വിഡൈസ് ചെയ്ത് അമേരിക്കൻ ട്രഷറിയിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഫസ്റ്റ് 30 ഡേയ്സിൽ ഒരു $6 ബില്യൺ, പിന്നെ അടുത്ത നെക്സ്റ്റ് 30 ഡേയ്സിൽ മറ്റൊരു $6 ബില്യൺ. അപ്പം അങ്ങനെ $12 ബില്യൺ ട്രാൻസാക്ഷൻ മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനനുസരിച്ച് അമേരിക്ക ഫുഡ് ഐറ്റംസ് ഇറാൻ്റെ ഉള്ളിലേക്ക് കയറ്റി അയക്കും. മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിച്ച് UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് ഇറാനുമായിട്ടുണ്ടായ നെഗോസിയേഷൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അതേപോലെ ഈ ഫണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ അമേരിക്ക പറയുന്ന കാര്യം ഓക്കെ, ഈ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പോളിസി ഉണ്ട്. ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഫണ്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യമാണ്. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷനിൽ കിടക്കുന്ന ഫണ്ട് എടുത്ത് ഇങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇതാദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റിയെ ഇത് ബാധിക്കില്ലേ ചോദിച്ചാൽ ബാധിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ആരായാലും തന്നെ നാളെ ഒരു സമയത്ത് വിശ്വസിച്ച് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഫണ്ട് അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ രാഖി രാമാനം അത് ഫ്രീസ് ചെയ്ത് ആ ഫണ്ട് മൊത്തത്തിൽ US ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ആ ഒരു പവർ അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്. ഓക്കെ, ഇറാൻ്റെ കേസ് ഇവിടെ വിടൂ. ഇറാൻ്റെ കേസ് ഇറാനുമായിട്ടൊരു യുദ്ധമൊക്കെ നടത്തി എന്നൊക്കെ പറയാം. പക്ഷേ നാളെ ഇതേ സമ്മർദ്ദം മറ്റേതൊരു രാജ്യത്തിനെതിരെയും അമേരിക്ക ഉപയോഗിക്കില്ല എന്നെന്താണ് ഉറപ്പ്? ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രസ്റ്റ് ഇവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റീസാണ് എല്ലാം. ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കും. പക്ഷേ ഈ സാഹചര്യം ശരിക്കും ഈ രാജ്യങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലാണ് അമേരിക്ക കളിക്കുന്ന ഈ ഒരു കളി. വളരെ ബാഡായിട്ടുള്ളൊരു കളിയാണ്. ഇറാൻ്റെ അസറ്റാണ് അത്. ഇറാൻ ഒന്നെങ്കിൽ ഫണ്ടായിട്ട് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അസറ്റ് തിരികെ കൊടുക്കണമെന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും മറ്റൊരു നെഗോസിയേഷൻ ചർച്ചയിലേക്ക് ഇത് മുന്നോട്ട് പോകും. എന്നാൽ മാത്രമേ ഇതിലൊരു സൊല്യൂഷൻ കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ചർച്ചകൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നടത്തുകയാണ്. ഈ വിഷയം ഹാൻഡിൽ ചെയ്യാനാണ് പ്രത്യേകിച്ച് മാർക്കോ റൂബിയോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ ഇന്ത്യയും UAEയും ഇസ്രായേലും തമ്മിൽ ഒരു ഡിഫൻസ് പാക്റ്റിലേക്ക് മുന്നോട്ട് പോവുകയാണെന്ന് ഞാനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 4 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ UAEയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ടോപ്പിക്കുകളിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയും UAEയും തമ്മിൽ ബ്രഹ്മോസ് മിസൈൽ ഡീലിലേക്ക് പോവാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്രഹ്മോസ് മിസൈൽ മാത്രമല്ല, ആകാശ് തീർ എയർ ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യയിൽ നിന്നും UAE പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ ബ്രിക്സ് മീറ്റിങ്ങിൻ്റെ സൈഡ് ലൈനിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലുമായിട്ട് ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. UAEയുടെ മിനിസ്റ്റർ അവിടെ എത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു ബോൾഡ് മൂവാണിത്. ആരെയും ഒന്നും നോക്കേണ്ടതില്ല. ഇത് പഴയ ഇന്ത്യയല്ല, ഇന്ത്യയുടെ പുതിയൊരു മുഖമാണിത്. ഈ യുദ്ധം ഇങ്ങനെ ഒരു 60 ദിവസത്തേക്ക് ഒരു സീസ് ഫയർ എങ്കിലും ആയത് വളരെ നന്നായി. കാരണം ഇന്ത്യ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കൂടി ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം റഷ്യയിൽ നിന്ന് ഒരുപാട് ഓഫറുകളുണ്ട് ഡിഫൻസ് മേഖലയിൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ, ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കാനും നമുക്ക് ഇന്ത്യക്കുള്ളിൽ നിരവധി മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ലോഞ്ച് ചെയ്യാനും സാധിക്കുമായിരുന്നു. പക്ഷേ നിലവിൽ റഷ്യ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂറോപ്പുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഓരോ ഫോറിൻ പോളിസിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അരഗൻ്റായിട്ട് റഷ്യ എടുത്ത് പോയിട്ട് ഡിഫൻസ് ഡീൽ പുതുതായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോക്കിനെ തടയുന്ന മറ്റൊരു കാര്യം.
അതെങ്ങനെ ഇന്ത്യ റിസോൾവ് ചെയ്യും എന്നുള്ളതാണ്. അത് എത്ര വേഗം, അതായത് വേഗം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു അത്രയും വേഗം ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഡിഫൻസ് മേഖലയ്ക്ക് അത് വളരെയധികം ഗുണകരമാകും. ഹെസ്ബുള്ള വലിയൊരു ഫ്ലെക്സ് ബോർഡ് ലെബനനിൽ അടിച്ചു തൂക്കിയിട്ടുണ്ട്. അതിൽ ആയത്തുൽ അലി ഖമനേയുടെയും മുജ്തബ ഖമനേയുടെയും ഇമേജൊക്കെ വെച്ചിട്ടുണ്ട് വലിയ രീതിയിൽ. താങ്ക്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഹെസ്ബുള്ള അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്പെയിൻ്റെ പെദ്രോ സാൻഡേഴ്സ്, ഈ പെദ്രോ സാൻഡേഴ്സിന് ഒരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ്. ഇയാളുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹോസെ ലൂയിസ് അബ്ലോസ്, ഈ ഹോസെ ലൂയിസിന് കോടതിയിൽ നിന്നും ഇന്ന് വിധി കിട്ടിയിരിക്കുകയാണ്. അയാൾക്ക് കിട്ടിയ സെൻറ്റൻസ്, കറപ്ഷൻ കേസിലാണ് ഇയാൾക്ക് സെൻറ്റൻസ് കിട്ടിയിരിക്കുന്നത്. 24 വർഷത്തെ കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് കോടതി, സുപ്രീം കോടതി. സ്പെയിൻ്റെ സുപ്രീം കോടതിയാണ്, സ്പാനിയൻ സുപ്രീം കോടതിയാണ് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്തത് പെദ്രോ സാൻഡേഴ്സിൻ്റെ വൈഫ് ഇതേപോലെ സെൻറ്റൻസ് ഏറ്റുവാങ്ങാനിരിക്കുകയാണ് കറപ്ഷൻ കേസിൽ. ഇയാൾ മൊത്തത്തിൽ ഉഡായിപ്പാണ് ഈ പെദ്രോ സാൻഡേഴ്സ്, കറപ്റ്റഡുമാണ്. അതാണ് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോസ്റ്റാറിക്കയിൽ ഒരു പാലസ്തീനിയൻ യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹമാസുമായിട്ട് ലിങ്ക് ഉണ്ട് എന്നുള്ള തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ വ്യക്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രീ പാലസ്തീനികൾ ഉടനെ രംഗത്തിറങ്ങിയിട്ട് ഇത് അങ്ങനെയൊന്നുമല്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലനേഷനുമായിട്ട് മെഴുകിക്കൊണ്ട് ഇപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കോസ്റ്റാറിക്കൻ പോലീസ് നല്ല ലേസർ കണ്ണൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അവനെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയിരിക്കുകയാണ്. അബുവാദ് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഈ അബുവാദ് എന്ന് പറഞ്ഞ ഈ പാലസ്തീനിയാണ് ഹമാസ് ബന്ധം ആരോപിച്ച് കോസ്റ്റാറിക്ക പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബ്രസൽസിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ഇൻവിറ്റേഷൻ. അതാണ് ബ്രസൽസ്, ബെൽജിയത്തിലാണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബ്രസൽസ്. ഇവർ 2 ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് നിയമം? അതായത് ഇവർ റെഫ്യൂജികളെ എല്ലാം പുറത്താക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇനി പുതുതായിട്ട് കയറി വരുന്ന ആൾക്കാർക്ക് ഇനി സ്ഥലം കൊടുക്കുന്നില്ല, വിസ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു നിയമമൊക്കെ ഇവർ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവർ ചെയ്യുന്ന തരികിട പരിപാടി എന്താണെന്നറിയാമോ? ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുറച്ച് റെഫ്യൂജികൾ അവിടെ ഉണ്ട്. അതായത് ഈ അമേരിക്ക താലിബാന്റെ കയ്യിൽ അഫ്ഗാനിസ്ഥാനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് രാഖി രാമാനം സ്ഥലം വിട്ടൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക മാത്രമല്ലല്ലോ, നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ യൂറോപ്പിലേക്ക് കുറച്ച് റെഫ്യൂജികൾ വന്നിട്ടുണ്ടായിരുന്നു, ഈ അഫ്ഗാനിസ്ഥാനികൾ. അപ്പം ഇത്രത്തോളം അതായത് ഈ ആൾക്കാരെ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനികൾ ഇവരെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ലൈഫിന് ത്രെട്ടുള്ള ആൾക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. പക്ഷേ ലൈഫിനൊരു ത്രെട്ടും ഇല്ലാത്ത സിറിയക്കാരന്മാരെയും, മിഡിൽ ഈസ്റ്റിൽ അറബ് വസന്തത്തിൻ്റെ ടൈമിൽ ഇവിടുന്ന് കുടിയേറിപ്പോയ കുറേ IS ഭീകരന്മാരുണ്ട്. അവരാരെയും തിരിച്ചയക്കാൻ യൂറോപ്പ് തയ്യാറായിട്ടില്ല. ഇപ്പം ഫസ്റ്റ് ഫേസ് ആയിട്ട് ഈ അഫ്ഗാനിസ്ഥാനികളെ അഫ്ഗാനിസ്ഥാനിലോട്ട് മടക്കി അയക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് താലിബാനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് യൂറോപ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അവർ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ഞങ്ങൾ താലിബാനുമായിട്ട് സംസാരിക്കുന്നത് താലിബാനെ നോർമലൈസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഈ റെഫ്യൂജികളെ അങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ നടത്തുന്നത്. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് മാനേജ് ചെയ്യാനാണ് ഈ ചർച്ച ഞങ്ങൾ നടത്തുന്നത്. എന്താണ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് മാനേജ് ചെയ്യാൻ? അതായത് ഈ ആൾക്കാരെ പിടിച്ച് കൊലയ്ക്ക് കൊടുക്കുകയാണ് അങ്ങോട്ട്. യുവമാരെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ താലിബാനികൾ ഉടനെ തലക്കിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തും, മുട്ടുമേൽ നിർത്തിയിട്ട്. നേരെ മറിച്ച് സിറിയയിൽ അങ്ങനെ സംഭവിക്കില്ല, അവരെയൊക്കെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനികളെ തിരിച്ചയക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഈ യൂറോപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽജിയത്തിൽ നിന്നാണ് ഈ ഒരു ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്. അഫ്ഗാനിസ്ഥാൻ ഇതുവരെ ചർച്ച ചെയ്യാമെന്നോ ചർച്ച ചെയ്യില്ല എന്നോ അഫ്ഗാനിസ്ഥാൻ ഈ ഇൻവിറ്റേഷനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ബെലോറസിന്റെ മേളിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തും. ബെലോറസ് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, റഡാർ സിസ്റ്റം എല്ലാം തന്നെ നിങ്ങളുടെ ആ ബോർഡറിൻ്റെ ഉള്ളിൽ നിന്നും നീക്കം ചെയ്യണം, റഷ്യയുടെ സാധനങ്ങൾ റഷ്യക്ക് കൊടുക്കണം എന്നുള്ള ഭീഷണി ഉക്രൈൻ ബെലറസിന് നൽകുന്നുണ്ട്. ബെലറസിനെ അറ്റാക്ക് ചെയ്താൽ ഇനി അഥവാ ബെലറസിന്റെ ഉള്ളിൽ ബെലറസിന്റെ റഡാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള റഷ്യയുടെ ഡിഫൻസ് എക്യുപ്മെന്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഡ്രോണുകൾ, ഉക്രൈൻ സെലൻസ്കിയുടെ ഡ്രോണുകൾ ബെലറസിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് സെലൻസ്കി ഇപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇന്ത്യയും UAEയും തമ്മിലുള്ള ബ്രഹ്മോസ് മിസൈൽ ഡീലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീലാണ്. എനിവേ ഇനിയും കുറേ വാർത്തകളുണ്ട്, ഞാൻ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.